അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏറ്റവും വലിയ ഒരു ഗുണപാഠമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് കുഞ്ഞോൻ എന്ന് പറയുന്ന മസിൽ പവർ കൊണ്ട് പലതും കാണിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ആ പാണ്ടിക്കാട് കുഞ്ഞോൻ സ്വയം എല്ലാ നിയമങ്ങളെയും വിരുദ്ധമായി എല്ലാ മനുഷ്യത്വത്തെയും മാന്യതയെയും അന്തസ്സിനെയും മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് നോക്കണം. സ്വന്തമായിട്ട് ഒരു ലോട്ടറി തട്ടിപ്പ് നടത്തുകയും അഥവാ ലക്കി ഡ്രോ തട്ടിപ്പ്, ആ തട്ടിപ്പിൻ്റെ സൂത്രധാരനായ ഈ പാണ്ടിക്കാട് കുഞ്ഞോൻ എല്ലാവിധ തട്ടിപ്പുകളും നടത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും അത് സമൂഹത്തിന് മുമ്പിൽ പൊട്ടിപ്പൊളിയുകയും ചെയ്തപ്പോൾ അവസാനത്തെ അടവ് എന്ന നിലക്ക് ഈ പാണ്ടിക്കാട് കുഞ്ഞോൻ ചെയ്തിരിക്കുന്ന ഏറ്റവും എല്ലാവരും ചെയ്യുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തീരെ അസുഖബാധിതനായിക്കൊണ്ട് അഥവാ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെ അഥവാ ഗുരുതരാവസ്ഥയിലെത്തിയതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥത്തിൽ എല്ലാ കുറ്റവാളികൾക്കും ഇത്തരത്തിലുള്ള ഒരു സഹതാപം സൃഷ്ടിക്കുക. അതാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ജനങ്ങൾ കോപത്തിലാണ്. നിയമ നടപടികൾ വരും. സ്വാഭാവികമായിട്ടും എല്ലാവരും ശത്രുക്കളായി 40 ദിവസം കട്ടാൽ 41ൻ്റെ അന്ന് പൊളിയുക എന്ന ഒരു പ്രാപഞ്ചിക പ്രകൃതി നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞോൻ്റെയും അവൻ്റെ കൂട്ടാളികളുടെയും ഗുണ്ടായുസം പോക്കിരിത്തരം മുഴുവനും ഈ ഒരൊറ്റ നറുക്ക് തട്ടിപ്പിലൂടെ എല്ലാവിധ പരിധികളെയും ലംഘിച്ച് നോക്കണം. സാധാരണ ലോട്ടറി നടത്തുക എന്ന് പറയുന്നത് നിയമ വിരുദ്ധമായിട്ട് പോലും ആളുകളെ പറ്റിച്ചു കൂട്ടുക, അതിനു വേണ്ടി കാദർ കരിപ്പൊടി എന്ന് വേണ്ട പ്രമുഖന്മാരായ എല്ലാ വ്ളോഗർമാരും ഇവർക്കൊക്കെ തട്ടിപ്പാണ് ആഗ്രഹം. ഹലാലായിട്ടുള്ള പൈസ കിട്ടുക എന്നത് മാത്രമല്ല, ഇഷ്ടം പോലെ ഈ പബ്ലിക് കേരള കാദർ കരിപ്പൊടിക്കൊക്കെ നമ്മൾ പറയുന്നത് പോലെ, നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ ഞാനൊക്കെ കാണാറുണ്ടായിരുന്നു. കാരണം തികച്ചും ഒരു നിഷ്പക്ഷവും സത്യസന്ധവും അതോടൊപ്പം തന്നെ ഒരു മതേതര പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യക്തമായ രീതിയിൽ സംഘികളെയോ വർഗീയതയോ ഒട്ടും ഭയപ്പെടാതെ വ്ളോഗുകൾ ചെയ്യുന്നു എന്ന നിലക്ക് നമ്മളൊക്കെ ഈ പറയുന്ന കാദർ കരിപ്പൊടിയോ ഒക്കെ വളരെ ബഹുമാനിച്ചിരുന്നു. പക്ഷേ ഇത് അവരുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോഴാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും നിന്ദ്യമായ ഈ നടപടികൾ അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ കണ്ടിരുന്ന ഒരു എങ്ങനെയാണ് ഇവരുടെ വ്ളോഗുകളെ വിശ്വസിക്കാനാവുക? മാത്രമല്ല, ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആ അബദ്ധം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും ഇത്തരത്തിലുള്ള വ്ളോഗർമാരും മനുഷ്യന്മാരും വ്യക്തികളൊന്നും സ്വീകരിക്കുന്നില്ല. ആവർത്തിച്ച് വീണ്ടും ഇവരുടെ ഈ തട്ടിപ്പുകളും വഞ്ചനകളും ഒക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകുക ഈ സമുദായത്തെയാണ് പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ എല്ലാത്തിനെയും സഹതാപം സൃഷ്ടിച്ചെടുക്കുക അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്തെങ്കിലും വൃത്തികേട് ചെയ്താൽ അല്ലെങ്കിൽ വൃത്തികേട് ചെയ്യാതെ തന്നെ സ്ഥാനാർത്ഥി വെറുതെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് 1-2 ദിവസം മുമ്പ്, അതല്ലെങ്കിൽ ആ ഇലക്ഷൻ നടക്കുന്ന അന്ന് ഒന്ന് അഡ്മിറ്റ് ആവുകയോ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറുതെ ഒരു പ്രഷർ കൂടിയിട്ട് വെറുതെയെങ്കിലും ആസ്പത്രിയിൽ പോയി കിടന്നാൽ മതി. അതോടുകൂടെ തന്നെ സമൂഹത്തിൻ്റെ വിധേയത്വവും അതുമായി സഹതാപവും, അപ്പോൾ ആ സഹതാപ തരംഗം അയാൾക്ക് വോട്ടായി മാറുകയും വിജയിക്കാൻ സാധ്യത ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. അത് വളരെ ഒരു സംഭവമാണ്. അത് മനുഷ്യ മനസ്സുകളുടെ ഒരു ദയാവായ്പ്. അതാണ് അയാളിപ്പോൾ തീർച്ചയായിട്ടും സുഖമില്ലാത്ത ഒരവസ്ഥയിലാണല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അയാളെ സംരക്ഷിക്കാൻ ഓടിയെത്തുന്നത് പോലെ ഒരാൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ അയാൾ ചെയ്തിട്ടുള്ള എന്ത് ക്രൂരതയായാലും അയാൾ ചെയ്തിട്ട് മറക്കാനാവാത്ത സംഭവങ്ങളായാൽ പോലും നമ്മൾ അയാളുടെ ആ ആപൽഘട്ടത്തിൽ അയാളെ സഹായിക്കാൻ ഓടിയെത്തുന്നു. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു പോലും ഓടിയെത്തുന്നത് മനുഷ്യൻ്റെ ആ മനസ്സുകൊണ്ടാണ്. അത് ഒരിക്കലും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രതികാര ബുദ്ധിക്ക് അവിടെ ഇടം കൊടുക്കാറില്ല. വളരെ വിരളമായിട്ട് മാത്രമേ ആ പ്രതികാര ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എല്ലാവിധ നിയമവിരുദ്ധവും മനുഷ്യവിരുദ്ധവും ഒക്കെ ചെയ്ത് നടക്കുന്ന ഈ പാണ്ടിക്കാട് കുഞ്ഞൻ ഈ തട്ടിപ്പ് സ്വന്തം ജനങ്ങളെ കൊണ്ട് നോക്കണം. ഇയാൾ തന്നെയാണ് നറുക്കെടുക്കുന്നത്. ഞാൻ ഒരു നറുക്കെടുപ്പ് തുടങ്ങിയാൽ നറുക്കെടുപ്പ് നടത്തുന്ന ആളാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കും. അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾ അതിൽ പങ്കെടുക്കില്ല, എൻ്റെ സുഹൃത്തുക്കൾ അതിൽ പങ്കെടുക്കില്ല. ഇത് എൻ്റെ സുഹൃത്ത്, എൻ്റെ ഭാര്യ, കുടുംബം, കുട്ടികൾ, ഞാൻ തന്നെ അത് വല്ല കണ്ണനെ പിടിക്കുന്നത് പോലെ അടിയിലേക്ക് കൈ താത്തിയിട്ട്
ആ നറുക്കെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത്രമാത്രം ബുദ്ധിയുള്ള ഒരൊറ്റ കുട്ടികളും ഇത് കാണാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ്. ചെറിയ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കുക ഇത്തരത്തിൽ ഒരു നറുക്കെടുക്കാൻ ഇത്രയും വളരെ സിമ്പിളല്ലേ. 2-3 സെക്കൻഡ് കൊണ്ട് ഈ കാണുന്ന നറുക്കുകളിൽ നിന്ന് ഒന്നെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു കുട്ടിക്കോ ഒരാൾക്കോ എടുക്കാവുന്നതാണ്. അത് ഏകദേശം അരമണിക്കൂറോളം ബുദ്ധിമുട്ടി കണ്ണനെ പിടിക്കുന്നത് പോലെ, നമ്മൾ ചകിരി പൂത്തുന്നത് പോലെയൊക്കെ കൈ ഉള്ളോട്ട് ഇറക്കി മിനിറ്റുകളോളം താഴ്ന്ന് കിടന്ന് പൊന്തിക്കുന്ന ഒരു വല്ലാത്ത ഭാരമേറിയ ഒരു സാധനത്തെ പൊക്കിയെടുക്കുന്നത് പോലെ ആയിരുന്നു. വളരെ ഭാരം കുറഞ്ഞ ഒരു നറുക്ക് പൊന്തിക്കാൻ പോലും ആലോചിച്ച് നോക്കുക. എന്നിട്ട് പോലും ഈ മലയാളികൾക്ക് കാര്യങ്ങൾ സ്വന്തം കബളിപ്പിക്കപ്പെട്ടിട്ട് പോലും തിരിച്ചറിയുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു, ആളുകൾ മുഴുവനും ഈ പാണ്ടിക്കാട് കുഞ്ഞോൻ്റെയും അവൻ്റെ ഈ കൂട്ടാളികളുടെയും അവൻ്റെ ഈ സുഹൃത്തുക്കളുടെയും ഒക്കെ തട്ടിപ്പ് വീണുടഞ്ഞപ്പോൾ, പൊളിഞ്ഞ് 2 കഷ്ണമായപ്പോൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്തു, ഇപ്പോൾ ഒരു സഹതാപത്തിൻ്റെ തരംഗത്തിൻ്റെ പേരിൽ തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങി, അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് അല്ലാഹു ആലം. എന്തു തന്നെയായാലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞോനെ അറസ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിയമമാണല്ലോ ഇവിടെ നമുക്ക് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള വഴി. അപ്പോൾ ഒരു കുറ്റവാളി രക്ഷപ്പെടാൻ പാടില്ല, നിരപരാധി ശിക്ഷിക്കപ്പെടാനും പാടില്ല. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചകന്മാരും നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിലെ ആ കുറ്റവാളികളുടെ വഞ്ചനക്ക് അറുതി വരുത്തണം തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഞാൻ കുടുങ്ങും എന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞോൻ സ്വയം, അതിപ്പോൾ എല്ലാവർക്കും പറ്റും. ഈ അഫാൻ പോലും കാണിക്കുന്ന ചില തന്ത്രങ്ങളും തട്ടിപ്പുകളുമുണ്ട്. അവസാന ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള, നമ്മൾ ചില ജീവികൾക്ക് പോലും അങ്ങനെയുള്ള ചില കഴിവുകളുണ്ട്. നമ്മളൊക്കെ കാണാൻ ചില മീനുകളെയൊക്കെ പുറത്ത് പിടിക്കുന്നവർ പുറത്ത് കിട്ടാൽ അതിങ്ങനെ ചത്തതുപോലെ കിടക്കും, ചാൻസ് കിട്ടിയാൽ ഒറ്റച്ചാട്ടം ചാടും എന്നതുപോലെ ഒട്ടനേകം ജീവികൾക്കും ഇത്തരത്തിലുള്ള ഈ ഉടായ്പകൾ ഉണ്ട്, അവിടെ നേച്ചറൽ. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ച് ഇത്തരത്തിൽ ചത്തതുപോലെ അല്ലെങ്കിൽ തനിക്കിതാ തീരെ വയ്യ, വല്ലാത്തൊരവസ്ഥയിലാണിട്ടോ എന്ന് കാണിച്ചുകൊണ്ട് വീണ്ടും തൻ്റെ ഈ നിലപാടുകൾ, ഈ തോന്നിവാസങ്ങളും തട്ടിപ്പുകളും പുറത്തെടുത്ത് പൂർവാധികം ശക്തിപ്പെടുത്തി. അതാണ് നമ്മൾ ഇന്ന് വരെ അത് കണ്ടിട്ടുണ്ട്. മോഷ്ടാക്കൾ 1-2 മോഷണത്തിൽ പങ്കാളിയായിട്ട് പിടിക്കപ്പെട്ടാൽ ഇനിയെങ്കിലും ഞാൻ അത് ആ മോഷണം നടത്തുകയില്ല എന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. അവൻ വീണ്ടും 3-മതും 4-മതും കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുകയും, ഒരു കൊലപാതകി, ഒരു മോഷ്ടാവ്, ഒരു എന്താ പറയുക, ഒരു മറ്റു ആക്രമി ഒക്കെ അവൻ കൂടുതൽ 300-400 കേസ് നമ്മുടെ രാജ്യത്ത് ഓരോ ക്രിമിനലുകൾക്കും അഭിമാനകരമായിട്ട് കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉടായ്പ് കളിക്കുന്നു എന്നതൊഴിച്ച് നിർത്തിയാൽ ഈ സഹതാപത്തിൻ്റെ പേരിൽ തനിക്ക് എന്തെങ്കിലും ചില ഇളവ് കിട്ടുമോ എന്നാണ് ഈ കുറ്റവാളി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിയമത്തിൻ്റെ പരിധിയിൽ, അതാണ് മാനസിക രോഗം അഭിനയിച്ചുകൊണ്ട് ഇപ്പോൾ അഫാൻ പല കളിയും കളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, മനോരോഗത്തിൻ്റെ ആ പേര് പറഞ്ഞ് ഇവനെ വെറുതെ എങ്കിലും വിടിയിപ്പിച്ച് കിട്ടണം, ഇതാണ് ലക്ഷ്യം. അപ്പോൾ എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞോൻ സത്യത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു, എല്ലാവിധ സഹതാപങ്ങളും ഇപ്പോൾ തനിക്ക് ലഭിക്കണം എന്നതിൻ്റെ പേരിൽ തനിക്ക് തൻ്റെ പേരിൽ ചാർജ് ചെയ്യപ്പെടുന്ന കേസുകൾ ഭയങ്കര ഗുരുതരമാണ്. ജാമ്യം പോലും ലഭിക്കാത്ത രീതിയിലാണ്. മാത്രമല്ല ആ കൂടെയുള്ള ഉടായ്പ് ടീം മുഴുവനും കുടുങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്ത്രപരമായിട്ട് നീങ്ങുന്നത് ഏറ്റവും നല്ലത് വളരെ രോഗം അഭിനയിച്ച് അല്ലെങ്കിൽ സീരിയസ് അഭിനയിച്ച് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച്, എന്നാൽ ഡോക്ടർമാരാവട്ടെ ഇവർക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല, നടത്തുന്നത് മുഴുവൻ തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്ന് ഡോക്ടർമാർ ശരിക്കും അവരുടെ പരിശോധനാ ഫലങ്ങളിലും അവരുടെ ബ്ലഡ് പരിശോധനയിലും അവരുടെ ആൻജിയോപ്ലാസ്റ്റി പരിശോധനയിലും എല്ലാം വെളിപ്പെടുന്നുണ്ട്. അവർക്കൊന്നുമില്ല, നോർമൽ കണ്ടീഷനാണ്. അപ്പോൾ എന്തിനാണ് പിന്നെ ഇത്? ആളുകളുടെ മുഖം വെട്ടിച്ച് തങ്ങൾക്ക് ഒന്ന് ഇപ്പോൾ രക്ഷപ്പെടണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 4 ഭാഗത്തു നിന്നും തങ്ങൾക്കെതിരെ ക്രോധമായിട്ട് നിൽക്കുകയാണ്. കോപാകുലരായിട്ടാണ് ആളുകൾ നോക്കിക്കാണുന്നത് ഈ വഞ്ചനക്ക്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇപ്പം നല്ല ഒരു തന്ത്രം എടുത്തുകൊണ്ട് ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞൻ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു, ഗുരുതരാവസ്ഥയിലാണ് എന്ന് തോന്നിപ്പിക്കുമാറുള്ള നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ അറിയുന്ന ആളുകൾ കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി.